അപ്പോൾ ഇന്ന് നമുക്ക് വെളിപ്പാടിലുള്ള 6-ാമത്തെയും 7-ാമത്തെയും കാഹളത്തെക്കുറിച്ച് പഠിക്കുന്നതിന് മുമ്പായിട്ട് അതിൻ്റെ പഠനത്തിലേക്ക് നമ്മളെ സഹായിക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ആ വിഷയം ബാബിലോൺ എന്നുള്ള ഒരു വിഷയമാണ്. ബാബിലോണെക്കുറിച്ചുള്ള പ്രതിപാദനത്തിൽ കൂടിയാണ് ഇനി വെളിപ്പാട് പുസ്തകത്തിൻ്റെ അർത്ഥങ്ങൾ നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ബാബിലോൺ സാമ്രാജ്യത്തെക്കുറിച്ചും അത് എന്തിനെ സൂചിപ്പിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ചുമെല്ലാം ഒരു പഠനം നമുക്ക് ആവശ്യമാണ്. അതിനായിട്ട് നമുക്ക് ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ ആമുഖമായി ചിന്തിച്ചുകൊണ്ട് മറ്റു പല പുസ്തകങ്ങളിൽ നിന്നും ഈ ബാബിലോണിനെ കുറിച്ചുള്ള നിർവചനം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. 11-ാം അധ്യായം, ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായം 1 മുതൽ ചില വാക്യങ്ങൾ ഇവിടെ വായിക്കാം. ഭൂമിയിൽ ഒരു ഭാഷയും ഒരു സംസാര രീതിയും മാത്രമേ ഉണ്ടായിരുന്നു. കിഴക്ക് നിന്ന് വന്നവർ ശിനാറിൽ ഒരു സമതല പ്രദേശം കണ്ടു, അവിടെ പാർപ്പുറപ്പിച്ചു. നമുക്ക് ഇഷ്ടികയുണ്ടാക്കി ചുട്ടെടുക്കാം എന്നവർ പറഞ്ഞു. അങ്ങനെ കല്ലിന് പകരം ഇഷ്ടികയും കുമ്മായത്തിന് പകരം കളിമണ്ണും അവർ ഉപയോഗിച്ചു. അവർ പരസ്പരം പറഞ്ഞു, നമുക്കൊരു പട്ടണവും ആകാശം മുട്ടുന്ന ഒരു ഗോപുരവും തീർത്ത് പ്രശസ്തി നിലനിർത്താം. അല്ലെങ്കിൽ നാം ഭൂമുഖത്താകെ ചിന്നിച്ചിതറിപ്പോകും. മനുഷ്യർ നിർമ്മിച്ച നഗരവും ഗോപുരവും കാണാൻ കർത്താവ് ഇറങ്ങി വന്നു. അവിടുന്ന് പറഞ്ഞു, അവരിപ്പോൾ ഒരു ജനതയാണ്, അവർക്കൊരു ഭാഷയും. അവർ ചെയ്യാനിരിക്കുന്നതിൻ്റെ തുടക്കമേ ആയിട്ടുള്ളൂ. ചെയ്യാൻ ഒരുമ്പെടുന്നതൊന്നും അവർക്കിനി അസാധ്യമാകയില്ല. നമുക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ ഭാഷ പരസ്പരം ഗ്രഹിക്കാത്ത വിധം ഭിന്നിപ്പിക്കാം. അങ്ങനെ കർത്താവ് അവരെ ഭൂമുഖത്തെല്ലാം ചിതറിച്ചു കളഞ്ഞു. അവർ പട്ടണം പണി ഉപേക്ഷിച്ചു. അതുകൊണ്ട് ആ സ്ഥലത്തിന് ബാബേൽ എന്ന് പേരുണ്ടായി. അവിടെ വെച്ചായിരുന്നു കർത്താവ് ഭൂമിയിലെ ഭാഷ ഭിന്നിപ്പിച്ചത്, അവരെ നാടാകെ ചിതറിച്ചതും. വളരെ അർത്ഥമുൾക്കൊള്ളുന്ന ഒരു വിവരണമാണിവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ബാബിലോൺ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം, ഒരു സാമ്രാജ്യം കെട്ടിപ്പടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി ഇവിടെ ഇവരെ പ്രേരിപ്പിച്ചത് എന്താണ്? ജലപ്രളയത്തിന് ശേഷം ഉണ്ടായ ഒരവസ്ഥയാണ്. ജലപ്രളയത്തിന് ശേഷം നോഹയുടെ പുത്രന്മാരായ ശേമും ഹാമും യാഫേത്തും, അവരിൽ നിന്നാണ് ഭൂമിയിൽ ജനതകൾ ഉണ്ടായത്. അപ്പോൾ അവര് ഒരു കാര്യം ചെയ്തു, നമുക്കിനി ഒരു ചിതറിപ്പോകാതെ ഒന്നിച്ച് പാർത്ത് ഒരു പട്ടണം പണിത് നമുക്ക് പ്രത്യേക ആരാധനാ സമ്പ്രദായങ്ങളൊക്കെ രൂപപ്പെടുത്തി നമുക്ക് കഴിയണം എന്നുള്ളൊരാശയത്തിൽ എത്തി. അപ്പോൾ ജലപ്രളയത്തിന് മുമ്പ് ഉണ്ടായിരുന്ന എല്ലാ ശിഷ്ടങ്ങളും നശിച്ചുപോയി. അപ്പോൾ
ഇവരെന്ത് ചെയ്തു? ശിനാർ ദേശത്ത് ഒരു സമതല പ്രദേശം കണ്ടെത്തി. അവിടെ പാർപ്പുറത്തു. ശിനാറിൽ ദേശത്ത് ഇവിടെ നമുക്കൊരു പട്ടണം പണിയണം. അങ്ങനെ അവര് പട്ടണം പണിയാൻ തീരുമാനിച്ച് ഇഷ്ടിക ഉണ്ടാക്കി. അങ്ങനെ കല്ലിന് പകരം ഇഷ്ടികയും കുമ്മായത്തിന് പകരം കളിമണ്ണും ഉപയോഗിച്ചു. കല്ലുകൾ ചേർത്ത് പണിയുന്നതിന് വേണ്ടിയിട്ടുള്ള നമ്മൾ ഇന്ന് സിമെന്റ് ഉപയോഗിക്കുന്നത് പോലെ അവര് ചുട്ടെടുത്ത ഇഷ്ടിക അത് ചേർത്ത് പണിയുന്നതിന് എന്താ ഇത്? കുമ്മായം. അത് കളിമണ്ണാണ് കുമ്മായത്തിന് പകരം. അത് പശമണ്ണ് എന്ന് പറയും. ഇഷ്ടിക കല്ലായും പശമണ്ണ് കുമ്മായമായും ഉപയോഗിച്ചു. അപ്പോൾ ഒരു വലിയൊരു പട്ടണം, വലിയൊരു സൗധം പണിതുയർത്താനാണ് അവർ പ്ലാൻ ഇട്ടിരിക്കുന്നത്. അന്നൊക്കെ അവർക്ക് സാധിക്കും. അവരെല്ലാം മഹാശക്തിമാന്മാരാണ്. ഇപ്പോഴുള്ള ആളുകളെ പോലെയല്ല. കായിക ബലവും ആരോഗ്യവും ഒക്കെ കൂടുതലുള്ളവരാണ്. അപ്പം അവര് പട്ടണം പണിയാൻ തീരുമാനിച്ചു. ആകാശം മുട്ടുന്ന ഒരു ഗോപുരം തീർത്തു. പ്രശസ്തി നിലനിർത്താം. അപ്പൊ ആകാശം മുട്ടുക എന്ന് പറഞ്ഞാൽ വളരെ ഉയരത്തിൽ ഇത് പണിതു പൊക്കണം. സർവഭൂമിയും എവിടെ നിന്നാലും അതിനെ നോക്കിക്കാണും. അത്ര വലിപ്പത്തിലായി. ഈജിപ്തിലെ പിരമിഡ് പോലെ, മഹാപിരമിഡ്, അതിൻ്റെ ഉയരം, അതിൻ്റെ വണ്ണം, അതിൻ്റെ വിസ്തീർണമൊക്കെ വളരെ അത്ഭുതം ജനിപ്പിക്കുന്നതാണ്. അതുപോലെ സർവ മനുഷ്യർക്കും ഇതൊരു അത്ഭുത വസ്തുവായിരിക്കണം എന്നുള്ള ഉദ്ദേശമാണ്. ഭാവിയിൽ നമ്മുടെ പ്രശസ്തി നിലനിർത്താം. പ്രശസ്തിക്ക് വേണ്ടിയിട്ടാണ്. ഇന്ന് ലോകത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, എല്ലാം പ്രശസ്തിക്ക് വേണ്ടിയിട്ടാണ്. മറ്റുള്ളവന് പ്രയോജനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊന്നും ചെയ്യുന്നില്ല. ഓരോരുത്തരുടെ കഴിവും പ്രശസ്തിയും മറ്റുള്ളവനെ അറിയിക്കാൻ വേണ്ടി. ഇവിടെ നാസ ചന്ദ്രനിലേക്കും ചൊവ്വയിലും ഒക്കെ കോടിക്കണക്കിന് രൂപ മുടക്കി പേടകവും റോക്കറ്റും ഒക്കെ അയക്കുന്നുണ്ട്. ഇവിടെ പട്ടിണി കിടന്ന് മരിക്കുന്ന എത്ര പേരുണ്ട്? ഇതൊന്നും അല്ല, പ്രശസ്തിയാണ് കാര്യം. അപ്പോൾ ഇതുപോലെ ഒരു പ്രശസ്തിക്ക് വേണ്ടി ആകാശത്തോളം എത്തുന്ന ഒരു ഗോപുരം. അപ്പം അങ്ങനെ നമ്മളൊരു പ്രസ്ഥാനം ഉണ്ടാക്കിയില്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും ഓരോരോ കാര്യങ്ങളിലേക്ക് തിരിഞ്ഞ് നമ്മൾ ചിതറിപ്പോകുന്ന അവസ്ഥയിലാകും. അപ്പം ഏതായാലും പട്ടണം പണി വളരെ തകൃതിയായിട്ട് ആരംഭിച്ചു. ഒരിക്കൽ മനുഷ്യൻ നിർമ്മിച്ച നഗരവും ഗോപുരവും കാണുവാൻ യഹോവ ഇറങ്ങി വന്നു. അവിടെ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് കർത്താവ് ഇറങ്ങി വന്ന. യഹോവയുടെ പേരാ. ഈ കർത്താവ് എന്നുള്ള സ്ഥാനത്ത് യഹോവ തന്നെ എന്ന് ചേർക്കണം. ദൈവത്തിൻ്റെ പേരാണ് യഹോവ എന്നുള്ളത്. അപ്പോൾ യഹോവ ഇറങ്ങി വന്നു. അവിടുന്ന് പറഞ്ഞു, അവർ ഇപ്പോൾ ഒരു ജനതയാണ്. ഉണ്ടോ? അവർ ചിതറിപ്പോകാതിരിക്കാൻ ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടോ? അവരൊരു ജനതയാണ്. അവർക്ക് എല്ലാവർക്കും ഒരു ഭാഷയാണ്. അവർ ചെയ്യാനിരിക്കുന്നതിൻ്റെ തുടക്കമേ ആയിട്ടുള്ളൂ. ചെയ്യാൻ ഉരമ്പെടുന്ന ഒന്നും അവർക്കിനി അസാധ്യമായിരിക്കുകയില്ല. അതുകൊണ്ട് നമുക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ ഭാഷ പരസ്പരം ഗ്രഹിക്കാത്ത വിധം ഭിന്നിപ്പിക്കാം. ഭാഷ കലക്കിക്കളയാമെന്ന. ബാബേൽ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം കലക്കം എന്നാ. കലക്കം. ഇവിടെ യഹോവ പറയുകയാണ്, നമുക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ ഭാഷ കലക്കാം.
ഇവിടെ നമുക്കെന്ന് പറഞ്ഞിരിക്കുന്നത് ആരെക്കുറിച്ചാണ്? ആരാണ് ഇവിടെ ഒന്നിലധികം വ്യക്തികൾ? ഇവിടെ യഹോവയോടുകൂടെ യഹോവയുടെ പ്രിയപുത്രനായ യേശുക്രിസ്തുവുണ്ട്. ഈ പണി കാണാൻ വന്നിട്ടുണ്ട്. ആദാമിൻ്റെ സൃഷ്ടിയിലും ഈ പിതാവായ ദൈവത്തെയും യേശുക്രിസ്തുവിനെയും കാണാൻ. പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിയിൽ യഹോവയെയും യേശുക്രിസ്തുവിനെയും കാണാൻ കഴിയും. അപ്പോൾ നമുക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ ഭാഷ കലക്കിക്കളയാം. അങ്ങനെ കർത്താവ് അവരെ ഭൂമുഖത്തെല്ലാം ചിതറിച്ചു. അവർ പട്ടണം പണി ഉപേക്ഷിച്ചു. ഭാഷ കലക്കിയപ്പോൾ എന്താ സംഭവിച്ചത്? ഓരോരോ പണിയായുധങ്ങൾ ആവശ്യങ്ങളനുസരിച്ച് മേശരിമാർക്ക് കൊണ്ടു കൊടുക്കണം. അപ്പോൾ കല്ലെടുക്കാൻ പറയുമ്പോൾ കുമ്മായം എടുക്കും. കുമ്മായം കൊണ്ടുവന്ന് കഴിയുമ്പോൾ അടുത്ത് ഒരു ആയുധം എടുക്കാൻ പറയുമ്പോൾ അതെന്നാ പറഞ്ഞതെന്ന് അവർക്കറിയാൻ പറ്റില്ല. അപ്പോൾ പറയുന്നത് തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിലുള്ള അവസ്ഥയാണ്. അപ്പോൾ എന്താ ചെയ്തത്? മടുത്തു. എന്താ പറയണമെന്നറിയാൻ മേല. ഈ പട്ടണം പണി വിട്ടുകൾ. ഇപ്പം എല്ലാ പട്ടണങ്ങളും ഇങ്ങനെയാണ് പണിയണേ. ആദ്യം പറഞ്ഞ കാര്യമല്ല പിന്നെ പറയണം. പിന്നെ പറയുന്ന കാര്യമല്ല ആദ്യം പറയുന്നത്, അല്ലേ? ഇങ്ങനെയാണ് ഓരോരുത്തരും ഇന്ന് പട്ടണം പണി. ഓരോരുത്തരും വിശ്വാസഭവനം പണിയുന്നത് ഇങ്ങനെയാണ്. ശരിയായ അടിസ്ഥാനം, ശരിയായ ആശയം, ഉദ്ദേശശുദ്ധിയില്ലാത്ത നിർമ്മാണം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു സൂചനയാണ് ഈ ബാബേൽ ഗോപുരത്തിൻ്റെ നിർമ്മാണം. അപ്പോൾ ഉദ്ദേശം എന്താ? ഇതിൻ്റെ തലയങ്ങ് ആകാശത്തോളം എത്തണം. അങ്ങ് എവിടം വരെ ചെല്ലണം? അങ്ങ് എത്തിയിട്ട് യഹോവയുടെ സിംഹാസനം വരെ ചെല്ലണം. അത്ര നീളം വേണം. അതാ കണക്കുകൂട്ടൽ. പക്ഷെ അങ്ങോട്ട് എത്തുമോ? അങ്ങോട്ട് എത്തത്തക്ക രീതിയിൽ പണിയാൻ ഇവിടെ ആർക്കും സാധ്യമല്ല. അതുകൊണ്ടാണ് ആ പണി നിന്നുപോയത്. അപ്പോൾ അവർ പട്ടണം പണി ഉപേക്ഷിച്ചു. അതുകൊണ്ട് ആ സ്ഥലത്തിന് ബാബേൽ എന്ന് പേരുണ്ടായി. അപ്പോൾ ബാബേൽ സാമ്രാജ്യത്തിൻ്റെ തുടക്കത്തെക്കുറിച്ചാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഇനി ബാബേൽ സാമ്രാജ്യം എങ്ങനെയാണ് സ്ഥാപിതമായത് എന്ന് നമുക്ക് മനസ്സിലാക്കണം. അപ്പോൾ ഭൂമിയിലെ ഭാഷ ഭിന്നിപ്പിച്ചതുകൊണ്ട് അവരെ നാടാകെ ചിതറിച്ചു. അവിടെ വെച്ചാണ് കർത്താവ് ഭൂമിയിലെ ഭാഷ ഭിന്നിപ്പിച്ചു, ബാബേലിൽ വെച്ച്. അപ്പോൾ അതിൻ്റെ അർത്ഥം കലക്കം എന്നാണ്. ഇനി നമ്മൾ ഈ ബാബേൽ ആകുന്ന ഈ രാജ്യം, ഈ പ്രസ്ഥാനം, ഈ സാമ്രാജ്യം, ഇത് നമ്മൾ കാണുന്നത് ദാനിയേൽ പ്രവചനത്തിലാണ്. അതിൽ നെബൂഖദ്നേസർ എന്ന് പറയുന്ന ചക്രവർത്തി, അദ്ദേഹമാണ് ബാബിലോൺ സാമ്രാജ്യം സ്ഥാപിക്കുന്നത്. അദ്ദേഹം BC 606-7 ഇസ്രായേലിനെ ആക്രമിച്ച ഒരു ചക്രവർത്തിയാണ്. അദ്ദേഹത്തിൻ്റെ രാജ്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഭൂമിയിലെ ആദ്യത്തെ സർവലോക സാമ്രാജ്യമായിരുന്നു ബാബിലോൺ സാമ്രാജ്യം. ആ ബാബിലോൺ സാമ്രാജ്യം അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ദൈവത്തിൻ്റെ ജനമായ ഇസ്രായേലിനെ യെരുശലേമിൽ വന്ന് ആക്രമിച്ചു. അവരുടെ ദേവാലയം തീക്കിരയാക്കി അവരെ ബാബേലിലേക്ക് അടിമകളാക്കി കൊണ്ടുപോയി. അതിൽ ശ്രേഷ്ഠരായ ആളുകളെ ബാബിലോൺ സാമ്രാജ്യത്തിൻ്റെ കാര്യവിചാരകന്മാരായിട്ട് നിയമിച്ചു. യെരുശലേം ദേവാലയത്തിലെ ഉപകരണങ്ങൾ 5000 ചില്ലുവാനം വരുന്ന ഉപകരണങ്ങൾ
നെബൂഖദ്നേസർ തൻ്റെ ദേവന്റെ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോയി. ശിനാർ ദേശത്ത് തൻ്റെ ദേവന്റെ ക്ഷേത്രത്തിൽ കൊണ്ട് അതിനകത്ത് വെച്ചു. അങ്ങനെ ഇസ്രായേലിനെ അവഹേളിക്കുകയും യഹോവയെ ത്യജിക്കുകയും യഹോവയുടെ ജനത്തെ പീഡിപ്പിക്കുകയും ചെയ്ത ഒരു മഹാചക്രവർത്തിയാണ് നെബൂഖദ്നേസർ. ഈ നെബൂഖദ്നേസർ ആരാണ് എന്ന് ചിത്രീകരിക്കുന്നത് ദാനിയേലിന് കൊടുത്തൊരു സ്വപ്നത്തിലുമുണ്ട്, നെബൂഖദ്നേസറിന് നൽകിയ ഒരു സ്വപ്നത്തിലുമുണ്ട്. അദ്ദേഹത്തിൻ്റെ വാഴ്ചയുടെ കാലത്ത് ഒരു വലിയ സ്വപ്നം കണ്ടു. ഒരു സ്വർണ്ണ ബിംബം, ആ സ്വർണ്ണബിംബത്തിൻ്റെ നെഞ്ച്, കയ്യ് അത് വെള്ളി കൊണ്ട്, വയറുവരെയും താമ്രം കൊണ്ട്, പിന്നെ തുട ഇരുമ്പ് കൊണ്ട്, കാൽ പാതി ഇരുമ്പും പാതി കളിമണ്ണ് കൊണ്ടും ഉള്ള ഒരു മഹാബിംബം. ആ ബിംബത്തിൻ്റെ തല നെബൂഖദ്നേസറാണെന്ന് ദാനിയേൽ പ്രവാചകൻ അറിയിച്ചു. അങ്ങനെ ബാബിലോൺ സാമ്രാജ്യത്തിൻ്റെ തലയായി തീർന്ന നെബൂഖദ്നേസർ അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യം ദൈവത്തിൻ്റെ ജനത്തെ പീഡിപ്പിക്കുന്നതാണ് തിരഞ്ഞെടുത്തത്. അവർക്ക് യാതൊരു വിധമായ ആനുകൂല്യങ്ങളും നൽകുവാൻ ബാബിലോൺ ചക്രവർത്തി ഇഷ്ടപ്പെട്ടില്ല. ഇസ്രായേലിനെ ബാബേൽ പ്രവാസത്തിലേക്ക് പോകുവാനുള്ള കാരണമുണ്ടായത് അത് ബാബിലോൺ ചക്രവർത്തിയുടെ തീരുമാനമല്ലായിരുന്നു. അത് ഇസ്രായേലിനൊരു ശിക്ഷയായിട്ട് ദൈവം അനുവദിച്ചതാണ്. അങ്ങനെ ഇസ്രായേല് അന്യദേശത്ത് പോയി ആ ശിക്ഷ അനുഭവിച്ച് അവർ മടങ്ങി വരുമെന്നുള്ളത് ദൈവത്തിൻ്റെ പ്ലാനായിരുന്നു. പക്ഷെ അങ്ങനെ അഭയത്തിനായി പോയ ഇസ്രായേലിനെ പീഡിപ്പിക്കുന്ന കാര്യം നെബൂഖദ്നേസറിന് ഉള്ളതല്ലായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യം പേർഷ്യൻ ചക്രവർത്തിയായ കോരേശ് നശിപ്പിക്കുകയും ബാബിലോൺ സാമ്രാജ്യം പിടിച്ചെടുക്കുകയും അത് തൻ്റെ സാമ്രാജ്യമായിട്ട്, പേർഷ്യൻ സാമ്രാജ്യമായിട്ട് പ്രഖ്യാപിച്ചു. അങ്ങനെ ബാബിലോൺ ചക്രവർത്തിക്ക് ആ രാജ്യത്വവും ആ രാജ്യവും നഷ്ടപ്പെട്ടു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് അദ്ദേഹം ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നം വിവരിക്കുന്നുണ്ട്. ആ സ്വപ്നം ഒന്ന് വായിച്ചേ. കിഴക്കിൽ വെച്ച് എനിക്ക് ഉണ്ടായ ദർശനമാണിത്. ഭൂമിയുടെ നടുവിൽ ഞാൻ ഒരു വൃക്ഷം കണ്ടു. അത് ഏറ്റവും ഉയരമുള്ളതായിരുന്നു. ആ വൃക്ഷം വളർന്നു ബലപ്പെട്ടു. അത് ആകാശത്തോളം ഉയരമുള്ളതും സർവഭൂമിയുടെയും അറ്റത്തോളം കാണാവുന്നതുമായിരുന്നു. അതിന്റെ ഇല ഭംഗിയുള്ളതും ഫലം അനവധിയുമായിരുന്നു. എല്ലാവർക്കും അതിൽ ആഹാരം ഉണ്ടായിരുന്നു. ആട്ടുമൃഗങ്ങൾ അതിന്റെ കീഴെ തണലിഴച്ചു വന്നു. ആകാശത്തിലെ പക്ഷികൾ അതിന്റെ കൊമ്പുകളിൽ വസിച്ചു. സകല ജഡവും അതുകൊണ്ട് ഉപജീവനം കഴിച്ചു പോന്നു. കിഴക്കേ വെച്ച് എനിക്കുണ്ടായ ദർശനത്തിൽ ഒരു ദൂതൻ, ഒരു പരിശുദ്ധൻ തന്നെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. അവൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞത്, വൃക്ഷം വെട്ടിയിട്ട് അതിന്റെ കൊമ്പ് മുറിച്ച് ഇല കുടഞ്ഞ് കായ് ചിതറിച്ചു കളവി. അതിന്റെ കീഴിൽ നിന്നും മൃഗങ്ങളും കൊമ്പുകളിൽ നിന്ന് പക്ഷികളും പോയിക്കൊള്ളട്ടെ. അതിന്റെ തായ്വേരോ വയലിലെ ഇളംപുല്ലിൽ ഇരുമ്പും താമ്രവും കൊണ്ടുള്ള ബന്ധനത്തോടെ ഭൂമിയിൽ വച്ചേക്കുവിൻ. അവൻ ആകാശത്തിലെ മഞ്ഞുകൊണ്ട് നനയട്ടെ. മതി. അപ്പൊ ഇവിടെ നെബൂഖദ്നേസർ ഒരു സ്വപ്നം കണ്ടു. അപ്പൊ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് ആരെങ്കിലും വിവരിക്കാതെ സ്വപ്നം കണ്ട ആളിനൊന്നും കാര്യങ്ങൾ മനസ്സിലാകില്ല. പണ്ടത്തെ രീതികൾ അങ്ങനെയാണ്. പണ്ട് ബാബിലോണ്യ മന്ത്രവാദികൾ, മിസ്രൈമ്യ മന്ത്രവാദികളൊക്കെ സുലഭമായിട്ടുണ്ടായിരുന്ന കാലമാണ്. അവര് പിശാചിനെ സേവിക്കുന്ന ആളുകളാണ്. ആ പിശാച് ഈ സ്വപ്നങ്ങളുടെ അർത്ഥമൊക്കെ വെളിപ്പെടുത്തി കൊടുക്കാൻ അവരെ സഹായിക്കും. അങ്ങനെ അതുകൊണ്ട് കിട്ടുന്ന വരുമാനം കൊണ്ട് അവർ ജീവിക്കും. അങ്ങനെ ഒരു വിഭാഗം പണ്ട് മുതലുണ്ടാകും.
അത് ഭൂതങ്ങളെ സേവിക്കുന്നത് കൊണ്ടാണ് അത് സാധ്യമാകുന്നത്. അപ്പോൾ ഇവിടെ നെബൂഖദ്നേസർ ഒരു സ്വപ്നം കണ്ടു. ഭൂമിയുടെ നടുവിൽ ഒരു വൃക്ഷം, അത് വളർന്ന് ബലപ്പെട്ടു. ആ വൃക്ഷം വളർന്ന് ബലപ്പെട്ടു. അതിൻ്റെ അഗ്രം ആകാശം വരെ എത്തി. ഇവിടെയും നമ്മളൊരു താരതമ്യം കാണുന്നുണ്ട് അല്ലേ? പണ്ട് പണിത ബാബേൽ ഗോപുരത്തിൻ്റെ തല എവിടെ എത്തണമെന്നായിരുന്നു അവർ പറഞ്ഞേ? ഇല്ലേ? ആകാശത്തോളം എത്തുന്നല്ലേ പറഞ്ഞേ? അപ്പോൾ ഇവിടെ നെബൂഖദ്നേസർ കാണുന്ന സ്വപ്നത്തിലും ഭൂമിയുടെ നടുവിലൊരു വൃക്ഷം, ആ വൃക്ഷം വളർന്നു വലുതായി അതിൻ്റെ അഗ്രം ആകാശം വരെ എത്തി. ഭൂമിയുടെ ഏതറ്റത്ത് നിന്നാലും അത് ദൃഷ്ടിഗോചരമായിരുന്നു. ഈ മഹാവൃക്ഷമായ അത് ബാബിലോൺ സാമ്രാജ്യമാണ്. ആ ബാബിലോൺ സാമ്രാജ്യം അത് വളർന്നു ബലപ്പെട്ടു. ഭൂമിയുടെ ഏത് ഭാഗത്തു നിന്നാലും കാണാം. പക്ഷെ അവിടെ സിനാർ ദേശത്ത് പണിത ഗോപുരം ആ ഉദ്ദേശം വെച്ചായിരുന്നു പണിതത്. പക്ഷെ അതിനു മുമ്പ് യഹോവ അത് തകർത്ത് കളഞ്ഞു. അപ്പം അതിൻ്റെ കാരണം എന്താ? അതിൻ്റെ ആ സൂചന അന്ന് അത്രയും മതിയായിരുന്നു. ആ ഗോപുരവും ഇതിനെയാണ് പ്രതിനിധാനം ചെയ്തിരുന്നത്. അപ്പം ഇതിൻ്റെ കാലമാകുമ്പോൾ മതി അത് ആകാശത്തോളം എത്തിക്കാൻ. അപ്പോൾ ആ വൃക്ഷം വളർന്നു ആകാശം വരെ എത്തി. ഭൂമിയുടെ ഏതറ്റത്തു നിന്നാലും അത് ദൃഷ്ടിഗോചരമായിരുന്നു. ഭംഗിയുള്ള ഇലകളോട് കൂടിയ അത് ഫലസമൃദ്ധമായിരുന്നു. എല്ലാവർക്കും ആവശ്യമായ ഭക്ഷണം അതിൽ നിന്ന് ലഭിച്ചു. വന്യമൃഗങ്ങൾ അതിൻ്റെ തണലിൽ അഭയം തേടി. ആകാശപ്പറവകൾ അതിൻ്റെ കൊമ്പുകളിൽ വസിച്ചു. എല്ലാ ജീവികൾക്കും അതിൽ നിന്ന് ഭക്ഷണം കിട്ടി. അങ്ങനെ ഈ സ്വപ്നം കണ്ടു. കിടക്കയിൽ വെച്ച് എനിക്കുണ്ടായ ദർശനത്തിൽ ഇതാ ഒരു ദൂതൻ, ഒരു പരിശുദ്ധൻ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നു. അവൻ അത്യുച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ഈ വൃക്ഷം വെട്ടിമുറിച്ച് കൊമ്പുകൾ ഛേദിച്ച് ഇലകൾ തല്ലിക്കൊഴിച്ച് കായ്കൾ ചിതറിച്ച് കളയുവിൻ. വന്യമൃഗങ്ങൾ അതിൻ്റെ ചുവട്ടിൽ നിന്നും പക്ഷികൾ അതിൻ്റെ ശാഖകളിൽ നിന്നും ഓടിയൊളിക്കട്ടെ, രക്ഷപ്പെട്ടു പൊക്കോട്ടെ എന്നാ. അതിൻ്റെ കുറ്റി ഇരുമ്പും ഓടും കൊണ്ട് ബന്ധിച്ച് വയലിലെ ഇളംപുല്ലുകളോടൊപ്പം ഉപേക്ഷിക്കുക. ഇവിടെ പറയുന്ന ഈ വൃക്ഷം ആകാശത്തോളം വളർന്ന് സർവ ജീവജാലങ്ങൾക്കും സർവത്തിനും ആശ്രയമായി വളർന്ന ഈ വൃക്ഷം അത് ബാബിലോൺ സാമ്രാജ്യമാണ്. ഉണ്ടോ? അതാ ഉൽപ്പത്തിയിൽ കണ്ട ബാബിലോൺ സാമ്രാജ്യം അത് ഈ സാമ്രാജ്യം സ്ഥാപിക്കുന്നതിൻ്റെ ഒരു പ്രതിരൂപമായിട്ടാണ് അവിടെ കാണിച്ചത്. അപ്പം ഇവിടെ അതിൻ്റെ സാക്ഷാത്കാരം ഇവിടെ ബാബിലോൺ ചക്രവർത്തിയുടെ ഭരണത്തോടു കൂടി വന്നു. അപ്പം അങ്ങനെ ബാബിലോൺ സാമ്രാജ്യത്തിൻ്റെ നാശമാണ് ഇവിടെ കാണിക്കുന്നത്. അതിൻ്റെ ഇലകൾ, അതിൻ്റെ കൊമ്പുകൾ വെട്ടിക്കളഞ്ഞു. അതിൻ്റെ കീഴിൽ നിന്നു മൃഗങ്ങൾ രക്ഷപ്പെട്ടു, പക്ഷികൾ രക്ഷപ്പെട്ടു. എന്നാൽ അതൊരു ചെറിയ ശേഷിപ്പായിട്ട് ഒരു കുറ്റിയായിട്ട് അവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. ഈ പറയുന്ന ഈ വിഷയത്തെക്കുറിച്ച് കർത്താവ് തൻ്റെ ഉപമയിൽ ഒരു കാര്യം ഇതിനോട് ബന്ധപ്പെട്ട് സൂചിപ്പിച്ചിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിൽ ആ ഉപമ പറയുന്നുണ്ട്. വായിച്ചേ. 31. മറ്റൊരു ഉപമ അവൻ അവർക്ക് പറഞ്ഞു കൊടുത്തു. സ്വർഗരാജ്യം കടുകുമണിയോട് സദൃശ്യം.
അത് ഒരു മനുഷ്യനെടുത്ത് തന്റെ വയലിലിട്ടു. അത് എല്ലാ വിത്തിലും ചെറിയതെങ്കിലും വളർന്നു സസ്യങ്ങളിൽ ഏറ്റവും വലുതായി. ആകാശത്തെ പറവുകൾ വന്ന് അതിന്റെ കൊമ്പുകളിൽ വസിപ്പാൻ തക്കവണ്ണം വൃക്ഷമായി തീർന്നു. ആ ഈ പറഞ്ഞ കാര്യം തന്നെ നമ്മുടെ കർത്താവ് ഉപമയിൽ കൂടി പറഞ്ഞിരിക്കുക. അത് പുതിയ നിയമകാലത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ഈ ബാബിലോൺ സാമ്രാജ്യം എന്തിനെ സൂചിപ്പിക്കുന്നു എന്നുള്ളതിന്. അപ്പോൾ ഇവിടെ സ്വർഗരാജ്യം കടുക് മണിയോട് സദൃശം. ഒരു കടുക് നിലത്ത് കിടന്ന് മുളച്ചു കഴിഞ്ഞാൽ അത് വളർന്നാൽ എന്തോരം വലുതാകുമെന്ന് നമുക്കറിയാം, അല്ലേ? അപ്പൊ സ്വർഗരാജ്യം കടുക് മണി പോലെ ഇരിക്കേണ്ടതായിരുന്നു. പക്ഷെ അത് എങ്ങനെയായി? ആ സ്വർഗരാജ്യമാകുന്ന കടുക് അത് നിലത്ത് വീണ് മുളച്ച് ഒരു വലിയ വൃക്ഷമായി തീർന്നു. ആകാശത്തിലെ പറവകൾക്ക് അതിൻ്റെ കീഴെ വസിക്കാം, അല്ല അതിൻ്റെ കൊമ്പുകളിൽ വസിക്കാം. മൃഗങ്ങൾക്ക്, സിംഹങ്ങൾക്ക്, പാമ്പുകൾക്ക്, തവളകൾക്കൊക്കെ അതിൻ്റെ താഴെ വന്ന് ആസ്വദിക്കാം. കടുകുമണി വളർന്ന് വൃക്ഷമായി തീർന്നു. എന്താണ് അതിൻ്റെ അർത്ഥം? സ്വർഗരാജ്യം കടുകുമണിയായിരിക്കേണ്ടതാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചതുപോലെ സ്വർഗരാജ്യം ചെറിയ ആട്ടിൻകൂട്ടമാണ്. ലൂക്കോസ് 12:32 നമ്മൾ വായിച്ചില്ലേ? ചെറിയ ആട്ടിൻകൂട്ടമേ ഭയപ്പെടേണ്ട, രാജ്യം നിങ്ങൾക്ക് തരുവാൻ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു. പക്ഷേ ആ സ്വർഗരാജ്യം വളർന്ന് മഹാവൃക്ഷമായി തീർന്നു. ഇത് മഹാവൃക്ഷമായി തീരുമെന്ന് ദാനിയേലിൽ പറഞ്ഞിരിക്കുന്നത് നിവൃത്തിയായിരിക്കുന്നത് എന്നാണ്. അത് 1-ാം നൂറ്റാണ്ടിന് ശേഷമാണ്. സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കപ്പെടുന്നവരെ കുറിച്ച്, പ്രത്യേക പരമവിളിയിലേക്ക് വരുന്നവരെ കുറിച്ചാണ് അവിടെ സ്വർഗരാജ്യം എന്ന് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ സ്വർഗീയ ഗവൺമെന്റ് ഇവിടെ സ്ഥാപിക്കുന്നതിനെ കുറിച്ചല്ല. സ്വർഗരാജ്യത്തിന് 2 വശമുണ്ട്. ഒന്നതിൻ്റെ ആത്മീക വശവും ഒന്നതിൻ്റെ ഭൗമിക വശവും. അപ്പൊ ഇത് ആത്മീക വശം കർത്താവിൻ്റെ 1-ാമത്തെ വരവിൽ രൂപപ്പെട്ടു. അതിൻ്റെ ഭൗമിക വശം 2-ാമത്തെ വരവിലാണ്. അത് കർത്താവിൻ്റെ 2-ാം വരവിൽ സഹസ്രാബ്ദ വാഴ്ചയോടുകൂടിയാണ് ഭൗമിക വശം ആരംഭിക്കുന്നത്. ഇവിടെ അതിനു മുമ്പേ തന്നെ ഈ രാജ്യത്തിൻ്റെ ഭൗമിക വശം എന്ന് പറയുന്ന വിധത്തിൽ ഇവിടെ സകല മനുഷ്യർക്കും ആശ്രയിക്കാൻ വേണ്ടി ഒരു സ്വർഗരാജ്യം സ്ഥാപിക്കപ്പെട്ടു. അത് മനുഷ്യനിർമ്മിതമാണ്. അതിൻ്റെ കീഴിൽ എല്ലാ ജീവികൾക്കും മനുഷ്യർക്കും ആഹാരവും അഭയവും ഉണ്ട്. ഏത്? ഈ കടുകുമണിയായി തീർന്ന ഈ വൃക്ഷത്തിന്. അത് കടുകുമണിയായിരുന്ന് അതിൻ്റെതായ സ്വഭാവത്തിലിരിക്കേണ്ടതാണ്. അത് വൃക്ഷമായി തീർന്നു. അപ്പൊ ഈ വൃക്ഷം, ഈ കടുകുമണിയാകുന്ന വൃക്ഷം, പിന്നെ ദാനിയേലിൽ കണ്ട വൃക്ഷം, നമ്മൾ ഉൽപ്പത്തി 11 കണ്ട ഈ ഗോപുരം, ഇതിൻ്റെ എല്ലാം നിവൃത്തിയും അർത്ഥവും എന്താണെന്നാണ് ഇനി നമുക്ക് കണ്ടെത്താനുള്ളത്. അതിൻ്റെ തെസ്സലോനിക്ക ലേഖനത്തിൽ ഇതിൻ്റെ നിവൃത്തി ഏതാണെന്ന് നമ്മളെ അപ്പോസ്തലൻ നമുക്ക് കാണിച്ചു തന്നു. തെസ്സലോനിക്ക ലേഖനം 2 തെസ്സലോനി 2:3-4 വാക്യങ്ങൾ. ആരും ഏത് വിധേനയും നിങ്ങളെ ചതിക്കരുത്. ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കും. നാശയോഗ്യനും അധമമൂർത്തിയുമായവൻ വെളിപ്പെടുകയും വേണം. ഞാൻ ദൈവാലയത്തിൽ ഇരുന്നുകൊണ്ട് ദൈവമെന്നടിച്ച് ദൈവമെന്നോ പൂജാവിഷയമെന്നോ പേരുള്ള സകലത്തിനു മീതെ തനത്താൻ ഉയർത്തുന്ന എതിരാളിയാണ്. അതായത് ഈ ബാബിലോണിന്റെ സമുന്നതനായ ഒരു വ്യക്തിയെ ഈ ലേഖനത്തിൽ അപ്പോസ്തലൻ നമുക്ക് കാണിച്ചു തരികയാണ്. മഹാബാബിലോണിന്റെ സമുന്നതനായ ഒരു വ്യക്തി. അപ്പൊ മഹാബാബിലോൺ എന്തിനെയാ കാണിക്കുന്നത്? നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞ പോലെ തന്നെ
നാമധേയ ക്രൈസ്തവം ആകുന്ന ആ മഹാസമുദ്രം, ആ മഹാമല, അതാണ് ഈ മഹാബാബിലോൺ കാണിക്കുന്നത്. അതിൻ്റെ ജനസംഖ്യ വലുതാണ്, അതിൻ്റെ വലിപ്പം വളരെ വലുതാണ്. അതിനെ നയിക്കുന്ന ഒരു ശ്രേഷ്ഠനായ വ്യക്തിയെക്കുറിച്ചാണ് ഇവിടെ തെസ്സലോനിക്ക ലേഖനത്തിൽ പറയുന്നത്. അവൻ ദേവാലയത്തിലിരുന്നു കൊണ്ട് ദൈവമെന്ന് നടിച്ച് ദൈവമെന്നോ പൂജാവിഷയമെന്നോ പേരുള്ള സകലത്തിനും മീതെ തന്നെത്താൻ ഉയർത്തുന്ന എതിരാളിയത്രേ. ആ വ്യക്തി ആർക്കാണ് എതിരാളിയായിരിക്കുന്നത്? ആർക്കെതിരായിട്ടാണ് തന്നെത്താൻ ഉയർത്തുന്നത്? അവിടെ ഒരു രാജാധികാരത്തിൽ ആ വ്യക്തി പ്രവേശിച്ചിരിക്കുന്നു. നാമധേയ ക്രൈസ്തവ മാർഗങ്ങളുടെ രാജാവായിട്ട് ദേവാലയത്തിലിരിക്കുക, ദൈവമെന്നും നടിക്കും, ദൈവമെന്നും പൂജാവിഷയമെന്നു പേരുള്ള സകലത്തിനും മീതെ തന്നെത്താൻ ഉയർത്തുന്ന എതിരാളി. ആരുടെ എതിരാളിയാണ്? യേശുക്രിസ്തുവിന്റെ എതിരാളി. മുഴുവൻ ഭൂമിയുടെയും രാജാവായിട്ട് ദൈവം പ്രഖ്യാപിച്ചിരിക്കുന്നത് യേശുക്രിസ്തുവിനെയാണ്. ആ ക്രിസ്തുവിനെയാണ് ആരാധിക്കേണ്ടത്. അതല്ലാതെ ഈ മനുഷ്യൻ ഉയർത്തിയിരിക്കുന്ന ഈ വ്യക്തിയെയല്ല. അതുകൊണ്ട് മനുഷ്യർ പറയുന്നു, ദേശത്തിലെ പൗരന്മാർ പറയുന്നു, നീ ഞങ്ങൾക്ക് രാജാവായിരിക്കുന്നത് ഞങ്ങൾക്ക് സമ്മതമല്ല, നീ രാജാവായി ഇങ്ങോട്ട് വരണ്ട, ഞങ്ങൾക്കിവിടെ രാജാവുണ്ട്. 12-ാം വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ ഒരു സ്ത്രീ ഒരു കുട്ടിയെ പ്രസവിച്ചു. ആ കുട്ടി പ്രസവിച്ച് വീണ ഉടനെ തന്നെ ആ കുട്ടി ദൈവത്തിന്റെ സിംഹാസനത്തിലേക്ക് എടുക്കപ്പെട്ടു. പ്രസവിച്ച സ്ത്രീ ഓടി രക്ഷപ്പെട്ടു. കുട്ടി വായിച്ചു തുടങ്ങി. ആ കുട്ടിയാണ് ഇവിടെ പറയുന്ന പാപമനുഷ്യൻ, അധർമ്മമൂർത്തി. ആ അധർമ്മമൂർത്തിയുടെ ഭരണവും വ്യാപാരവും പ്രസ്ഥാനവും ഇവിടെ ആരംഭിച്ചിട്ട് നൂറ്റാണ്ടുകളായിരിക്കുന്നു. അപ്പോസ്തലന്മാരുടെ കാലശേഷമാണ് ഈ കുട്ടി ജനിച്ചതും വളർന്നതും ഭരണത്തിൽ വന്നിരിക്കുന്നു. ആ കുട്ടി ഇന്ന് നാമധേയ ക്രൈസ്തവ മാർഗങ്ങളെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുകയാണ്. ക്രിസ്തുവിന് എതിരായിട്ടുള്ള ഉപദേശങ്ങള്, ആചാരങ്ങള് പഠിപ്പിച്ചുകൊണ്ടും നിലനിർത്തിക്കൊണ്ടും ആ കുട്ടി ഇന്ന് വാഴുക. ആ കുട്ടി ഇരുമ്പുകോൽ കൊണ്ടാണ് മേയ്ക്കുന്നത്. ആ കുട്ടിക്ക് ഇരുമ്പുകോൽ കൊണ്ട് മേയ്ക്കാനുള്ള ബലം കിട്ടിയത് എവിടുന്നാണെന്നറിയോ? അതിവിടെ നിലവിലിരിക്കുന്ന രാഷ്ട്രീയ ഗവൺമെന്റുകളിൽ നിന്നാണ്. ഇവിടെ ലോക കോടതിയുണ്ട്, ലോക രാഷ്ട്രങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള UN ഉണ്ട്. ഈ UN-ഉം ഈ ആൺകുട്ടിയും തമ്മിൽ വളരെ ബന്ധമുള്ളതാ. അതുകൊണ്ട് ഈ ആൺകുട്ടിക്ക് മഹാധൈര്യമാണ് നിലനിൽക്കാൻ. അപ്പൊ അതിനെക്കുറിച്ചുള്ള വിശദീകരണമൊക്കെ അടുത്ത ഭാഗങ്ങളിൽ വരും, അന്നേരം നമുക്ക് കേൾക്കാം. അപ്പോൾ ഈ മഹാബാബിലോണെ വെളിപ്പാട് പുസ്തകം എങ്ങനെ അവതരിപ്പിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. വെളിപ്പാട് പുസ്തകം വാക്യം അതാ നമ്മൾ പറഞ്ഞ 17-ാം അധ്യായം 5-ാം വാക്യം. വായിക്കും. മർമ്മം മഹദിയാം ബാബിലോൺ, യേശുമാരുടെയും മ്ലേച്ഛതകളുടെയും മാതാവ് എന്നൊരു പേർ അവളുടെ നെറ്റിയിൽ എഴുതിയിട്ടുണ്ട്. മർമ്മം മഹദിയാം ബാബിലോൺ. വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായം 5-ാം വാക്യം. വേദപുസ്തകത്തിൽ ഏറ്റവും വലിപ്പത്തിൽ എഴുതിയിരിക്കുന്ന ഒരു വാക്യമാണ്. ബാക്കി എല്ലാ വാക്യങ്ങളും ചെറുതാണ്. ഇതൊരു മർമ്മമാണ് എന്നാവും. മർമ്മം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു രഹസ്യം. ദൈവം ഒരു രഹസ്യം വെച്ചിരുന്നു. ആ രഹസ്യം നമ്മൾ കണ്ടത്. ആ രഹസ്യത്തിൻ്റെ ചില സൂചനകൾ നമ്മൾ ഉൽപ്പത്തി മുതൽ ദാനിയേലിന്റെ പുസ്തകത്തിൽ കണ്ടു, മത്തായിയുടെ സുവിശേഷത്തിൽ കണ്ടു, തെസ്സലോനിക്കയിൽ കണ്ടു. വെളിപ്പാടിൽ ഈ രഹസ്യം എന്താണെന്നാണ് കാണുന്നത്. ആ സീക്രട്ട് വെളിപ്പെടുത്തുക വെളിപ്പാട്. ഈ രഹസ്യത്തിന് എത്രയോ ആയിരക്കണക്കിന് വർഷം പഴക്കമുണ്ട്. അത് മനുഷ്യനാണെങ്കിൽ ഇത്രയും കാലം ഈ രഹസ്യം ഇരിക്കുകയല്ല. നമ്മുടെ മനസ്സിലൊക്കെ ഒരു രഹസ്യം എത്ര ദിവസം ഇരിക്കും? നമ്മൾ പിറ്റേ ദിവസം ആരെങ്കിലും കാണുമ്പോൾ, കൂട്ടുകാരത്തിനെ കാണുമ്പോൾ
കൂട്ടുകാരനെ കാണുമ്പോൾ അങ്ങ് പറഞ്ഞു പോകും അറിയാതെ, അല്ലേ? അപ്പൊ രഹസ്യങ്ങള്, സീക്രട്ട് ഇതെല്ലാം വെളിപ്പെടുത്താൻ നമ്മുടെ യഹോവയായ ദൈവം ഭയങ്കര നിയന്ത്രണ ശേഷിയുള്ളയാളാണ്. ആ കൃത്യ സമയങ്ങളിലാണ് ആ ഉദ്ദേശിച്ച കാര്യങ്ങൾ വെളിപ്പെടുത്തിയുള്ളൂ. അതിൻ്റെ അർത്ഥം എന്താണ്? അപ്പോ ഇവിടെ പറയുന്നു മർമ്മം മഹതിയാം ബാബിലോൺ. ആദ്യം കണ്ട ആ ബാബിലോണിൻ്റെ വളർച്ച, അത് സംഭവിച്ച കാര്യങ്ങൾ, അതിൻ്റെ ഉദ്ദേശങ്ങൾ, അതിൽ എന്തെങ്കിലും പ്രയോജനങ്ങൾ വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ, ഇതിനെല്ലാം ഉത്തരം ഇവിടെ ലഭിക്കും. അത് വേശ്യമാരുടെയും മ്ലേച്ഛതകളുടെയും മാതാവെന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ വിവരിച്ചിട്ടുള്ള ഈ മതപ്രസ്ഥാനം അത് വേശ്യമാരുടെ മ്ലേച്ഛതകളുടെ മാതാവാണ്. ആരുമായിട്ടാ വേശ്യാസംഘം ചെയ്തത്? ഈ ലോകത്തിലെ ഗവൺമെന്റുകളായിട്ട്, ഈ ലോകത്തിലെ വ്യാപാരികളായിട്ട് അവർ ബന്ധം പുലർത്തിക്കൊണ്ടുപോകുന്നു. ക്രിസ്തുവൊന്നും അവർക്ക് വിഷയമല്ല, ദൈവത്തിൻ്റെ പ്രമാണവും വിഷയമല്ല. ദൈവത്തിൻ്റെ പ്രമാണമൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഈ പ്രസ്ഥാനം നിൽക്കുന്നത്. 10 കൽപ്പനയിൽ രണ്ടാമത്തെ കൽപ്പന ഏതാ? ഭൂമിക്ക് കീഴെ അല്ല, ആകാശത്തിന് കീഴെ ഭൂമിയിൽ, ഭൂമിയുടെ കീഴെ സമുദ്രത്തിലുള്ള യാതൊന്നിന്റെ പ്രതിമ ഉണ്ടാക്കുകയോ അതിനെ നമസ്കരിക്കുകയോ ചെയ്യാൻ പാടില്ല. രണ്ടാമത്തെ കൽപ്പനയാ. ഈ ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ നിർമ്മിതമായിരിക്കുന്ന ഈ വ്യാജമതം എന്താ ചെയ്യുന്നത്? ഇത്രയും വിഗ്രഹങ്ങളുള്ള ഒരു മതം ഇല്ല ഇവിടെ. എല്ലാ പുണ്യവാളന്മാരുടെ പേരിലുള്ള വിഗ്രഹമുണ്ട്. പെരുന്നാളിന് ആ റോഡിലേക്ക് ഇറങ്ങണേ, ആളുകൾക്ക് നടന്നു പോകാൻ പോലും പറ്റിയില്ല. ഈ ദൈവങ്ങളെല്ലാം, ഈ ഊരില്ലാത്ത ദൈവങ്ങളെല്ലാം ഇനി ഇറങ്ങുക. ഈ ദൈവങ്ങളെ കുറിച്ച് 115-ാം സങ്കീർത്തനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് വായിച്ചു പഠിക്കുമ്പോൾ മനസ്സിലാകും. അപ്പോ യാതൊന്നിന്റെ പ്രതിമ ഉണ്ടാക്കിയോ അതിനെ നമസ്കരിക്കുകയോ ചെയ്യരുത്. ഇസ്രായേൽ പ്രതിമയുണ്ടാക്കി ആരാധിച്ചു. ഹിസ്കിയാവ്, യോശിയാവ് തുടങ്ങിയ രാജാക്കന്മാരെ എന്ത് ചെയ്തു? അത് പൊടിച്ച് ഭസ്മമാക്കി വെള്ളത്തിൽ കലക്കി ഇസ്രായേലിനെ കുടിപ്പിച്ചു. എന്താ പറഞ്ഞേ? സീനായി മലയിൽ വെച്ച് യഹോവ സംസാരിച്ചപ്പോൾ നിങ്ങൾ രൂപമൊന്നും കണ്ടില്ലല്ലോ, പിന്നെ എങ്ങനെയാ നിങ്ങൾ യഹോവയുടെ രൂപം ഉണ്ടാക്കി ആരാധിക്കണേ? അപ്പോൾ നിങ്ങളുടെ ദൈവമായ യഹോവയെ അങ്ങനെ ആരാധിക്കാനുള്ളതല്ല. അപ്പൊ ഇവിടെ നാമധേയ മാർഗങ്ങളുടെ വൃക്ഷങ്ങൾ ചെയ്ത് കാണിക്കുന്ന ആ കാര്യങ്ങൾ അനുയായികൾ ചെയ്യാൻ താല്പര്യപ്പെടുന്നു. അത് നിങ്ങൾക്ക് അറിവില്ലാത്ത കൊണ്ടാണ്. അപ്പൊ മ്ലേച്ഛതയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ഒന്ന് പറഞ്ഞതാണ്. ഒരു മ്ലേച്ഛത അതാണ്, വേശ്യമാരുടെ. ക്രിസ്തുവിനെ വിട്ടിട്ട് ബാക്കിയുള്ള പ്രസ്ഥാനങ്ങളാണ് അവര് സ്വീകരിച്ചിരിക്കുന്നതും സ്നേഹിച്ചിരിക്കുന്നതും മറ്റുള്ളവരെ പഠിക്കും. മാതാവെന്ന പേര്, മാതാവെന്ന് പറയുമ്പോൾ എന്താ? അവർക്ക് മക്കളുണ്ടെന്നാ. ഈ ബാബിലോന്യ സഭയ്ക്ക്, ആ മാതാവാകുന്ന സഭയ്ക്ക് മക്കളുണ്ട്, ഇഷ്ടം പോലെ മക്കളുണ്ട്. ആ മക്കളും ഇത് തന്നെ, അമ്മ ചെയ്ത് തന്നെ ഈ മക്കളും പറയണേ. ചില കാര്യങ്ങളിൽ അമ്മയുടെ ഉപദേശം സ്വീകരിക്കുകയല്ല, പക്ഷേ ഫലത്തില് അമ്മയ്ക്ക് കിട്ടുന്ന ശിക്ഷ തന്നെയായി മക്കൾക്കും കിട്ടുന്നത്. മർമ്മം മഹതിയാം ബാബിലോൺ, വേശ്യമാരുടെയും മ്ലേച്ഛതകളുടെയും മാതാവ് എന്നൊരു പേർ അവരുടെ നെറ്റിയിൽ എഴുതിയിരിക്കുന്നു. നെറ്റിയിൽ എഴുതിയിരിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാ? എല്ലാവർക്കും കാണാൻ വേണ്ടിയാ. നെറ്റിയിൽ ഇങ്ങനെ തലമുടി ജീവി വെച്ചിട്ട് ഇവിടെ എഴുതി കഴിഞ്ഞാൽ എല്ലാവർക്കും കാണാൻ മേലേ ഇവളാരാണെന്ന് മനസ്സിലാക്കാം. അതുകൊണ്ട് അവളെ വിട്ടുപോരണം. അവളിൽ ദൈവത്തെക്കുറിച്ചോ ക്രിസ്തുവിനെ കുറിച്ചോ ഒന്നുമില്ല. അതുകൊണ്ട് അവളെ വിട്ടുപോരുവിൻ. കാര്യങ്ങൾ തുറന്ന് സംസാരിക്കുന്നതിൽ ആരും
ബുദ്ധിമുട്ട് വിചാരിക്കരുതെന്നാണ് ഞാൻ പറയുന്നത്. വേദപുസ്തകത്തിൻ്റെ ഉപദേശങ്ങൾ നമ്മൾ പറയുന്നു, ഇഷ്ടമുള്ളവർക്ക് സ്വീകരിക്കാം, അല്ലാത്തവർക്ക് തള്ളിക്കളയാം. അതിനകത്ത് നമുക്ക് യാതൊരു അസന്തുഷ്ടിയും ഇല്ല. പിന്നെ വെളിപ്പാട് പുസ്തകത്തിൻ്റെ ബാക്കി വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതിൻ്റെ ഒരു പശ്ചാത്തലം ഇവിടെ നമ്മൾ അവതരിപ്പിച്ചതാണ്. ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ അടുത്ത ദിവസം പറയാമെന്ന് വിചാരിച്ചുകൊണ്ട് ഈ വിഷയം ഇവിടെ ചുരുക്കമായിട്ടേ പറഞ്ഞിട്ടുള്ളൂ. ഇതിൻ്റെ വിശദീകരണം ഇത്രയല്ല, ഇതിൽ കൂടുതലുണ്ട്. അത് പിന്നീട് ഒരു അവസരത്തിൽ പറയാമെന്ന് വിചാരിച്ച് അത് നിർത്തിയാണ്.